നമസ്കാരം. ഞാൻ ശ്രീമതി PK ശ്രീമതി ടീച്ചറിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ടീച്ചർ അതിന് മറുപടിയൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ടീച്ചർ എനിക്ക് എതിരെ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഇത്രയും പ്രായത്തിൽ മൂത്ത ആളുകളെ ആക്ഷേപിക്കുന്നത്, പരിഹസിക്കുന്നത് എന്നാണ്. ആക്ഷേപിക്കാനും പരിഹസിക്കാനും വിമർശിക്കാനും ഒക്കെ അവസരം ഒരുക്കുന്നത് ആരാണ് എന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഇവരൊക്കെ സ്വയം സമ്മതിക്കുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ മുതിർന്ന ആളുകളാണ്, മൂത്ത് നരച്ച രാഷ്ട്രീയ നേതാക്കളാണെന്ന് ഇവരൊക്കെ സ്വയം സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരേണ്ടത് എന്താണ്, വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പൊ തന്നെ മൂത്ത് നരച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാള് സെപ്റ്റിക് ടാങ്ക് തുറന്നിട്ടുണ്ട്. സത്യമായിട്ടും വായ തുറന്നാൽ നാറ്റമടിക്കുന്ന സംസാരമല്ല, അതൊന്നും കാണില്ല, നല്ലതൊന്നും പറയില്ല, ഒരാളെ അഭിനന്ദിക്കാൻ അറിയില്ല, നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയാൻ അറിയില്ല, തരംതാണ സംസാരം, നിലവാരമില്ലാത്ത സംസാരം, സംസ്കാരമില്ലാത്ത സംസാരം, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നത് നാടൻ ശൈലി. സതീശൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇത്രയും വലിയ നയവഞ്ചകനില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് മൂത്ത് നരച്ച ഒരു ഇടതുപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. എന്ത് യോഗ്യതയുള്ള ആളാണ് ഈ സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. സംസാരത്തിന്റെ യോഗ്യത, നിലവാരം, വിദ്യാഭ്യാസ യോഗ്യത ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി ആളുകളെ കൊന്നൊടുക്കിയെന്ന് പരസ്യമായിട്ട് നിന്ന് പ്രസംഗിച്ച ഒരാളാണ്. ഇവരൊക്കെ എങ്ങനെ ഇവിടൊക്കെ ഇപ്പോഴും നടന്ന് വിലസുന്നു, ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നത് നമുക്ക് വലിയ അത്ഭുതമാണ്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണ്, ഏറ്റവും വലിയ നരവഞ്ചകനാണ് VD സതീശൻ എന്ന ഭരണാധികാരി എന്ന്. നരവഞ്ചകൻ എന്ന വാക്കിന്റെ അർത്ഥം ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരു കാര്യം പറയാം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് നാട്ടുകാരെല്ലാവരും പഠിച്ചു ആരാണ് നരവഞ്ചകനെന്ന്. മനുഷ്യരെ പച്ചയ്ക്ക് വഞ്ചിച്ച ഒരാളുണ്ടെങ്കിൽ ആ നരവഞ്ചകന് ഒറ്റ പേരേ ഉള്ളൂ. അതെന്താണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളാരും സമ്മതിച്ചു തന്നില്ലെങ്കിലും. തിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന കണ്ടാ സുന്ദരനാണെങ്കിൽ പോലും ഉള്ളിൽ ചെകുത്താന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളതെന്ന്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആൾ പുറമേ കണ്ടാൽ സുന്ദരനാണെങ്കിലും ഉള്ളിൽ ചെകുത്താനാണ്. ഇതൊക്കെയാണ് VD സതീശനെ കുറിച്ച് പറയുന്നത്. ആരാ പറയുന്നത്? ഏതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായി നിന്ന് സംസാരിക്കുന്നത്? ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി സംസാരിക്കുന്നത്? പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് VD സതീശനെ ഇത്രയും വിമർശിക്കുന്നത് ചില്ലറയൊന്നുമല്ല, ചെകുത്താൻ എന്നാ പറയുന്നത്. VD സതീശനെ കണ്ടാൽ സുന്ദരനാണെങ്കിലും ചെകുത്താനാണെന്നാ പറയുന്നത്. കണ്ടാലും സ്വഭാവവും ചെകുത്താനെ പോലെ തന്നെയുള്ള ആളുകളെ പറ്റി ഞങ്ങളപ്പോൾ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും മണിയാശാനെ? കണ്ടാലൊന്ന് ചിരിക്കാൻ അറിയാതിരുന്ന, മനുഷ്യർ മുന്നിൽ ചെന്നാൽ ആട്ടിപ്പായിക്കുന്ന, മനുഷ്യരെ ധാർഷ്ട്യത്തോടു കൂടി മാത്രം നോക്കുന്ന, രൂക്ഷമായിട്ട് ഗൗരവമായിട്ട് മാത്രം മനുഷ്യരോട് പെരുമാറുന്ന, നോക്കുന്ന, മനുഷ്യരോടൊന്ന് നേരെ ചൊവ്വെ സംസാരിക്കാൻ, വർത്തമാനം പറയാൻ അറിയാത്ത, പുഞ്ചിരി മുഖത്ത് വരാതിരുന്ന 10 വർഷക്കാലത്തെ ആ നരവഞ്ചകനെ കുറിച്ച് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉദാഹരണ സഹിതം എത്ര ഉദാഹരണങ്ങൾ നിരത്തണം? അതായത് പൊതു ഇടങ്ങളിൽ കാണിച്ച ധാർഷ്ട്യത്തിന്, ആ ചെകുത്താൻ സ്വഭാവത്തിന് എത്ര ഉദാഹരണങ്ങൾ കാണിക്കണം? പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ അഭിനയമാണെങ്കിലും ഞങ്ങളങ്ങ് സമ്മതിച്ചു. എത്ര നാൾ ഒരാൾക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും? ചെറുപ്പക്കാരോടും മുതിർന്നവരോടും കുഞ്ഞുങ്ങളോടും ഒക്കെ അദ്ദേഹം പെരുമാറുന്ന രീതി ഒരു ചെകുത്താൻ്റെതാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നം എത്രത്തോളമാണ്, നിങ്ങളുടെ മനസ്സിന്റെ ആ ചെകുത്താൻ എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കണം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നത് പിന്നെ സമ്മതിക്കാം. ചിരിക്കാതെ നിന്ന് ഗൗരവത്തോടു കൂടി ഞാൻ നിങ്ങളുടെ കഴുത്തിറക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുഖത്ത് നോക്കി അവരുടെ കഴുത്തിറത്തോണ്ടിരുന്നവരെ കുറിച്ച് എന്താ പറയാനുള്ളത് മണിയാശാന്? ഇതൊക്കെ ബോഡി ഷേമിങ് തന്നെയാണ് കേട്ടോ. വെളുത്ത ആളുകളെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ബോഡി ഷേമിങ് അല്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കറുത്തിരിക്കുന്ന ആളുകളെ നീ കറുത്തിരിക്കുകയാണ്, നീ കറുത്തവനാണ്, കറുത്തവളാണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ബോഡി ഷേമിങ്. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, നല്ല മധുര മനോഹരമായിട്ടൊക്കെ ചിരിക്കും, മുഖം നല്ല വെളുത്തതാണെന്ന്. അതായത് മുഖം വെളുത്തിരിക്കുന്ന ആളുകളുടെ എല്ലാം മനസ്സ് കറുപ്പാണ്. മുഖം വെളുത്തിരിക്കുന്ന ആളുകളെല്ലാം നല്ല മധുര മനോഹരമായിട്ട് ചിരിക്കും, നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ഉള്ളിൽ ചെകുത്താന്മാരാണ് എന്ന് തന്നെയാണ് മണിയാശാൻ പറഞ്ഞു വെച്ചത്. ഇതിനെതിരെ ഒന്നും പക്ഷെ ആരും പ്രതിഷേധിക്കില്ല. കണ്ടാൽ ചിരി കണ്ടെന്ന വീണുപോകും. പക്ഷേ ഒന്നാം തരം തട്ടിപ്പുകാരനായ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവരെ എന്തുകൊണ്ടാണ് ഇരുന്ന് വിമർശിക്കുന്നത്? ഇവർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവരെ വിമർശിക്കുന്നത് എന്തിനാണെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഇടതുപക്ഷ നേതാക്കളെ മാത്രം സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ട് ശീതൾ വിമർശനങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് ശ്രീമതി ടീച്ചറും പറഞ്ഞത്. എന്തുകൊണ്ട് വിമർശിക്കുന്നു? ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്
അത് പിന്നെ കോൺഗ്രസിൽ നിന്നോ BJP നിന്നോ ഒക്കെ ആയിക്കൊള്ളട്ടെ, അവരാരെങ്കിലും ഇങ്ങനെ വ്യക്തിഹത്യ ആളുകളെ നടത്തുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരാളുടെ പുറമേ ഉള്ള രൂപത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ തീരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഉന്നയിച്ചോ ഉയർത്തി കാണിച്ചുകൊണ്ടോ ഒക്കെ എന്തെങ്കിലും കളിയാക്കുന്നതോ അതിനെ കുറ്റപ്പെടുത്തുന്നതോ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയണമെങ്കിൽ ഇവരെ കൊണ്ടേ പറ്റൂ. ഇവരിൽ തന്നെ മൂത്ത് നരച്ച സഖാക്കൾക്കേ അത് പറ്റുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ആ ബ്ലേഡ് കൊണ്ടുവന്ന സംഭവത്തിൽ SFIക്കാരൻ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നിട്ട് പോലും ഒരു SFI നേതാവെന്ന് പറയുന്ന ഒരുത്തൻ നിന്നുകൊണ്ട് പറയുക ആ ബ്ലേഡിന്റെ ഉപയോഗം എന്തിനാണ്? ഷേവ് ചെയ്യാനാണ്. ആ പണി ചെയ്യേണ്ടവര് അത് ഉപയോഗിച്ചങ്ങ് ചെയ്താൽ മതി. ആ ലെവലിലാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇത് കൊണ്ടുവന്നവരാരാണെന്നും ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്നും എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു. ഇവനെയൊക്കെ അകത്തിടേണ്ടവനെ അകത്തിടുകയും ചെയ്തു. എന്നിട്ട് നിന്ന് സംസാരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. അപ്പൊ ഈ നിലവാരത്തിൽ സംസാരിക്കുന്നവരെ വിമർശിക്കേണ്ട ഇടങ്ങളിൽ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ വായ തുറന്നാൽ സംസ്കാരത്തോടു കൂടി സംസാരിക്കാനെങ്കിലും പഠിക്കുക. വിദ്യാഭ്യാസം ചിലപ്പോൾ കുറവായിരിക്കും. വിദ്യാഭ്യാസവും ധാരണയും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും വിവരവും തമ്മിലൊന്നും വലിയ ബന്ധമില്ല. എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വരേണ്ടതാണ്. അത് കൃത്യമായിട്ട് വന്നാൽ നിങ്ങൾക്ക് നേരെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും കുറഞ്ഞിരിക്കും. അല്ലാതെ നിങ്ങളെയൊക്കെ വിമർശിക്കണം എന്ന് കരുതി അത് കച്ചകെട്ടി ഇറങ്ങി അതിനുവേണ്ടി തയ്യാറെടുപ്പുമായിട്ടിരിക്കുന്ന ആളുകളൊന്നും അല്ല ഇവിടെ. 100,000 പണികളുള്ള വ്യക്തികളാണ് ഞങ്ങളൊക്കെ. പക്ഷേ നിങ്ങളുടെ ഈ സംസാര രീതിയാണ് നമ്മളെ കൊണ്ട് ഇത്രയും സംസാരിപ്പിക്കുന്നത്. ഇപ്പോഴും ഈ മണിയാശാനൊക്കെ ഇങ്ങനെ നിവർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ. ഇങ്ങനെ പച്ചയ്ക്ക് മറ്റുള്ളവരെ കൊന്നു കളഞ്ഞിട്ട് കൊന്നു തള്ളി എന്ന് പബ്ലിക്കായിട്ട് നിന്ന് സംസാരിച്ചിട്ട് ആ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർക്കൊക്കെ ഇങ്ങനെ വിലസി നടക്കാൻ കേരളമായതുകൊണ്ട് പറ്റുന്നു എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് പൊന്നു മണിയാശാനെ, നരവഞ്ചകൻ, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവൻ, ചിരിക്കാതെ കഴുത്തറക്കുന്നവൻ, പിന്നെ ചെകുത്താൻ, പുറമേ പഞ്ചാരവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ചെകുത്താൻ്റെ സ്വഭാവം കാണിക്കുന്നവൻ, ഇവനൊക്കെ ആരാണ്, ഇങ്ങനെ ചെയ്തത് ആരാണ് എന്നതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കൂടുതലും മെനക്കെടണ്ട. അവരവരുടെ പ്രായമെങ്കിലും കുറച്ച് കണക്കിലെടുത്ത് അതിന് തക്ക പ്രസംഗങ്ങളെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ നടത്തുക.